ഹായ് ഗായ്സ്, പത്തനംമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അനാമിക ചെയ്യാവുന്നതിൻ്റെ പരമാവധി പോര് നയനയോട് ചെയ്യാണ്. ആദ്യമൊക്കെ ദേവയാനി സൈഡായിരുന്നെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ് ദേവയാനിക്കും. അങ്ങനെ അവസാനം തെളിയാണ് കേട്ടോ പാലിൽ വിഷം ചേർത്തത് ആരാണെന്നുള്ളത്. അതിനു മുമ്പാണെങ്കിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമിക അനിയുടെ ലോക്കറിൽ നിന്ന് കുറേ പണം അടിച്ചു മാറ്റുകയാണ് കേട്ടോ. കുറേ പണം എന്ന് പറഞ്ഞാൽ അനി ഒരു ചെക്ക് കൊണ്ട് വയ്ക്കുന്നുണ്ട് ഓഫീസിലെ കാര്യങ്ങൾക്ക്. അനാമിക അത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ആരും അറിയാതെ അനി മാറിയ സമയത്ത് ആ ലോക്കർ ഓപ്പൺ ആക്കിയിട്ട് ആ 50 ലക്ഷം രൂപയുടെ ചെക്ക് എടുത്ത് വേണുവിനെ വിളിച്ച് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണു ഈ ചെക്കുമായിട്ട് പോയി പിറ്റേ ദിവസം തന്നെ ബാങ്കിലത് മാറുകയാണ്. അത് കഴിയുമ്പം ബാങ്കിൽ നിന്ന് മാനേജർ വിളിക്കുകയാണ് അനിയെ. അപ്പോൾ അനി പെട്ടെന്ന് പോയി ലോക്കറിൽ നോക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ ചെക്ക് കാണുന്നില്ല. ഉടനെ വന്നിട്ട് അനാമികയോട് ചോദിക്കുകയാണ്, അനാമികയെ, നീ നമ്മുടെ റൂമിലിരുന്ന ചെക്ക് കണ്ടായിരുന്നോ? ഏത് ചെക്കാ നീ? ഞാനൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ. അപ്പം അനി പറയാണ്, ഒരു 50 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് ഓർഡറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വച്ചിരുന്നു. നീ അത് കണ്ടിരുന്നോ? ഞാനത് കണ്ടില്ല. ഞാനെന്തിനാ അത് കാണുന്നത്? അല്ലേ തന്നെ ഞാനത് എടുക്കുമോ? ഞാനത്ര മണ്ടിയാണോ? അപ്പോഴേക്കും അനി പറയാം, പിന്നെ അത് എവിടെ പോയി? ഞാൻ ഇന്നലെ രാത്രിയിൽ അത് റൂമിൽ തന്നെ വെച്ചിരുന്ന സാധനമാണ്, ഇപ്പോൾ അത് ഇല്ലല്ലോ അവിടെ എന്നൊക്കെ പറയാം. അപ്പോൾ മുത്തശ്ശന് ചോദിക്കുന്നുണ്ട്, അത് പിന്നെ ആര് കൊണ്ടുപോകാനാണ്? ഈ വീട്ടിലുള്ളവരല്ലാതെ പിന്നെ ആരാ ഇത് എടുക്കാനിരിക്കുന്നത്? നിങ്ങളുടെ റൂമിൽ നിങ്ങൾ രണ്ടുപേരുമല്ലേ കയറുന്നുള്ളൂ, വേറെ ആരും അങ്ങനെ കയറാറില്ലല്ലോ. പിന്നെ ഈ ചെക്ക് ആര് കൊണ്ടുപോയി? നീ അവിടെ നോക്കനീ എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അതല്ല മുത്തശ്ശ, വേറൊരു പ്രശ്നമുണ്ട്. ചെക്ക് കൊണ്ടുപോയി ആരോ ക്യാഷ് എടുത്തിട്ടുണ്ട്. അതാരാണെന്നറിയില്ല. ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ആരായിരിക്കും അത് ചെയ്തത്? നമ്മുടെ വീട്ടിലുള്ളവരല്ലാതെ മറ്റൊരു കള്ളൻ ഈ വീട്ടിൽ കയറിയോ? അപ്പോൾ മുത്തശ്ശൻ പറയാം, ഇത് കുറച്ച് ഇത് തന്നെയാണല്ലോ. ആരാണ് ഇങ്ങനെയുള്ള തട്ടിപ്പൊക്കെ നടത്തുന്നത്? ഇവിടെയുള്ള ആരാണ് ഇതിനൊക്കെ മുതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയാണ് കേട്ടോ, ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടത്തുന്നത് സാധാരണ അഭിയേട്ടനല്ലേ? അഭിയേട്ടനെ വിളിച്ച് ചോദ്യം ചെയ്താൽ അറിയാം. ചിലപ്പോൾ നമ്മുടെ റൂമിൽ കയറിയ ചെക്കെടുത്ത് മാറിയത് അഭിയേട്ടനാണെങ്കിലോ? അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയാണ്, അത് അബി എങ്ങനെ നിങ്ങളുടെ മുറിയിൽ കയറുമോ? നിങ്ങളുടെ റൂമിൽ മറ്റുള്ളവർ പുറത്തുനിന്ന് ആരെങ്കിലും കയറാറുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും പറയാണ്, അങ്ങനെയല്ല, ചിലപ്പം അബിയേട്ടൻ കയറിയെങ്കിലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ജലജ ഇത് കേട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജലജ പറയാ, അതെന്താ നാമിക അങ്ങനെ നീ പറഞ്ഞത്? അബിയാണ് ചെക്ക് മോഷ്ടിച്ചതെന്ന് നിനക്കറിയാമോ? അവനങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യലെന്ന് പറയാം. അതല്ല അപ്പച്ചി, നിങ്ങളെ രണ്ടുപേരെയാണല്ലോ ഇവിടെ എല്ലാവർക്കും സംശയം. ഇനി അപ്പച്ചി എങ്ങാനും അനാമികയെ എന്നോട് കൂടുതൽ നീ സംസാരിച്ചുകൊണ്ട് വരരുത്. നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്കറിയാം. അബിയെയും എന്നെയും കുരുക്കാൻ നീ നോക്കരുത്. ചെക്ക് നിങ്ങളുടെ റൂമിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടുപേരും അറിയാതെ സംഭവിക്കില്ല. മറ്റാരും ആ റൂമിൽ കയറിയിട്ടുമില്ല എന്ന് പറയുമ്പോൾ അനാമിക പറയാം, അപ്പച്ചി അബിയേട്ടനും അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാറ്? എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇതിനു മുമ്പ് പണവും സ്വർണവും ഒക്കെ മോഷ്ടിച്ചത് നിങ്ങളാണെന്ന്. അത് അന്ന് അബി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം ചെയ്യില്ല. 50 ലക്ഷം രൂപയുടെ ചെക്കോ അതൊന്നും അവൻ ചെയ്യില്ല. അവൻ ചെറിയ തട്ടിപ്പ് എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ. അതും ഇപ്പോൾ അവൻ ഒരുപാട് നാളായിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇവിടെ വന്നതിൽ പിന്നെ എന്നിപ്പോൾ നവ്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ നവ്യ പറയാണ്, അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം എൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അബി അങ്ങനൊരു കള്ളത്തരത്തിന് അങ്ങനെ മുതിരാറില്ലെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അതെ, നമ്മുടെ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് ഇത്രയും രൂപയൊന്നും അബി മോഷ്ടിക്കില്ലേ. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് മോഷ്ടിച്ചതായിരിക്കുമെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, പുറത്തുനിന്ന് ആര് വരാനാ മുത്തശ്ശ? ആരും ഞങ്ങളുടെ റൂമിൽ കയറിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് അറിയേയില്ലല്ലോ. ഇതിപ്പോൾ ആകെപ്പാടെ തലവേദനയായല്ലോ. 1-2 രൂപയല്ല, ഇത്രയും ക്യാഷ് എന്ത് നഷ്ടമാണ് കമ്പനിക്ക് ഉണ്ടാവുക? അനി ആകെപ്പാടെ വെപ്രാളം പിടിക്കുകയാണ് കേട്ടോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് സാരില്ല അനി, ഇതൊക്കെ നമുക്ക് കണ്ടെത്താം. ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമല്ലേ അനി? ഈ ചെക്ക് ആരാ മാറിയതെന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീ അതൊന്നും പേടിക്കണ്ട, നീ ഇപ്പം ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ അനാമികയും പറയാണ്, അതെ, അത് ശരിയാണ് അനി വിഷമിക്കാതെ, അത് എങ്ങനെയായാലും കിട്ടും. ഈ വീട്ടിലുള്ള ഏതോ കള്ളനോ കള്ളിയാണോ അത് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ അനാമിക അർത്ഥം വെച്ച് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, അനി നമുക്ക് പോലീസിനൊരു പരാതി കൊടുത്താലോ? അപ്പോൾ കാര്യങ്ങൾ അറിയായിരിക്കും. 1-2 രൂപയുടെ കാര്യമല്ലല്ലോ. ഇങ്ങനെ ഒരു കള്ളത്തരം ഈ വീട്ടിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അനിയും പറയാണ്, അത് നേരെ പോലീസിൽ പരാതി കൊടുക്കാൻ തന്നെ ഞാനും തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാം.
അപ്പോൾ ഉടനെ അനാമിക പറയാണ് അങ്ങനെയൊന്നും തീരുമാനിക്കാൻ വരട്ടെ, ഈ വീട്ടിലുള്ളവരാണ് ഇത് നടത്തിയതെങ്കിൽ അത് ഉടനെ കൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അഭിയേട്ടനൂടെ വന്നിട്ട് അഭിയേട്ടനാണ് ഇത് ചെയ്തെങ്കിലോ, ചെയ്തത് അഭിയേട്ടനാണേലും അഭിയേട്ടൻ സമ്മതിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് വീണ്ടും ഇഷ്ടപ്പെടത്തില്ല. ജലജ പറയാ നീയും നിൻ്റെ അമ്മയുമാണ് അനാമികയെ കള്ളികൾ, അല്ലാതെ എൻ്റെ മോൻ അഭിയെ നീ എല്ലായിടത്തും വലിച്ചിടരുതേ എന്ന് പറയാം. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, ഇങ്ങനെ വഴക്ക് കൂടാതെ നമുക്ക് എന്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ, അഭി വരട്ടെ അവനോട് ഞാൻ ചോദിക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഭി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അഭി നീയാണോ അനിയുടെ റൂമിൽ കയറി ഒരു ചെക്ക് മോഷ്ടിച്ചത്? അപ്പോൾ അഭി ഒന്നും അറിയുന്നില്ല. അഭി പാവം പറയാണ് കേട്ടോ, ചെക്ക് മോഷ്ടിച്ചെന്നോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ. എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ? എന്താ എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ? അപ്പോൾ അനാമിക പറയാണ് ഞങ്ങളുടെ റൂമിൽ ലോക്കറിൽ അനി വെച്ച 50 ലക്ഷം രൂപയുടെ ചെക്ക് കാണാനില്ല, അതാരോ ബാങ്കിൽ കൊണ്ടുപോയി മാറുകയും ചെയ്തു. ഇതിപ്പം ആരാണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പോഴേക്കും അഭി പറയാം ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, എന്താ ഇപ്പം എന്നോട് ചോദിക്കാൻ? അല്ല അഭിയേട്ടനല്ലേ സാധാരണ ഇവിടെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യാറ്, അതുകൊണ്ട് എല്ലാവരും അഭിയേട്ടനോട് ചോദിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നെന്ന് പറയാം. അപ്പം ജലജ പറയാം എല്ലാവരും പറഞ്ഞൊന്നുമില്ല അഭി, ഈ അനാമിക ഇവളാണ് പറഞ്ഞത് അഭിയായിരിക്കും ചെയ്തതെന്ന് അപ്പോൾ അഭിക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. കാരണം അനാമിക ചെയ്ത കള്ളത്തരങ്ങളൊക്കെ അഭിയുടെ മനസ്സിലിങ്ങനെ കിടക്കല്ലേ. അപ്പോൾ അഭി പറയാണ് അനാമികെ ഞാനാ ചെയ്തതെന്ന് നിനക്കെന്താ ഉറപ്പ്? ഞാൻ അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യാറില്ല, ഞാൻ ചെയ്യുകയാണെങ്കിലും ചെറിയ തുക എന്തെങ്കിലും അടിച്ചു മാറ്റുമോ? ഇതിപ്പോൾ 50 ലക്ഷം രൂപ എനിക്ക് കേട്ടിട്ട് തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കുക. അപ്പോഴാണ് ഞാൻ അത് അടിച്ചു മാറ്റുന്നത്. ഞാൻ അത്ര മണ്ടനാണോ അത്രയും തുക അടിച്ചു മാറ്റിയിട്ട് ഇവിടെ തന്നെ നിൽക്കാനായിട്ട് എന്ന് പറയുമ്പോൾ അനാമിക പിന്നെയും അഭിയെ സംശയിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട് അതെ നീ അനാമികെ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, എന്നെ എൻ്റെ അമ്മയും കള്ളന്മാരാക്കാൻ നോക്കുന്നുണ്ട് നീ. മറ്റുള്ളവർ പലരും ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സഹിച്ചേനെ, കാരണം നേരത്തെ ഞങ്ങൾ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ നീയും നിൻ്റെ അമ്മയും ഇവിടെ വന്നേ പിന്നെ നിങ്ങൾ ചെയ്യുന്ന പല കള്ളത്തരങ്ങളും എനിക്കറിയാം. അങ്ങനെയുള്ളപ്പം ഈ കാര്യത്തിൽ നിന്നെയൊക്കെ തന്നെ എനിക്ക് സംശയം എന്ന് പറയാം. അപ്പോൾ അനാമിക ആകെ ഞെട്ടി ഇങ്ങനെ വിരളി നിൽക്കുക. അപ്പോൾ അഭി പറയുക പാലിലന്ന് വിഷം ചേർത്തത് നീ അല്ലേടി, നീയും നിൻ്റെ അമ്മയും കൂടിയല്ലേ ചേർത്തത്? നിങ്ങളുടെ സംസാരം മുഴുവനും ഞാനും അമ്മയും കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. നവ്യയ്ക്ക് വേണ്ടി കാച്ചി വെച്ച പാലിൽ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ വിഷം ചേർത്തത് ഞങ്ങൾ അറിഞ്ഞതാ. പക്ഷേ ആ സമയത്ത് നവ്യയോടുള്ള ദേഷ്യം കൊണ്ട് അത് പറഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ അനാമിക പറയുക അയ്യോ ഞങ്ങളോ, ഇതെന്ത് കളത്തിനാണ് പറയുന്നത്? അഭിയേട്ടനും അപ്പച്ചിക്കും അല്ലായിരുന്നോ നവ്യയോട് ദേഷ്യം? അപ്പോൾ നിങ്ങളല്ലേ അത് ചെയ്തത്? അപ്പോൾ അഭി പറയാം കൂടുതലൊന്നും നീ പറയണ്ട, നിൻ്റെ അച്ഛൻ കൊണ്ടു തന്ന വിഷം നീയും നിൻ്റെ അമ്മയും കൂടി ആ പാലിൽ കലർത്തിയത്, വല്യമ്മ അത് കുടിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ ഫോണിലുണ്ട്. പക്ഷേ നവ്യയോടുള്ള ദേഷ്യത്തിനത് അന്ന് പറഞ്ഞില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയാം ഇത് സത്യമാണോ അഭി എന്ന് ചോദിക്കുക. അപ്പം അഭി പറയുന്നുണ്ട് അതെ സത്യമാണ് മുത്തശ്ശ എന്ന് പറയും. എന്നിട്ട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ, നിൻ്റെ കുഞ്ഞല്ലേ നവ്യയുടെ വയറ്റിൽ കിടക്കുന്നത്, എന്നിട്ട് അതിനെ കൊല്ലാൻ നോക്കിയിട്ട് നീ പറഞ്ഞില്ലല്ലോ. ജലജെ നീയും ഇതറിഞ്ഞല്ലേ? അപ്പോൾ മുത്തശ്ശി പറയാം ജലജ നീയൊക്കെ ഒരു സ്ത്രീയാണോ? ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് അവൾ ആ പണി ചെയ്തപ്പോൾ നീ അത് കണ്ടോണ്ട് നിന്ന് ആസ്വദിച്ച് നിന്നല്ലേ, ദുഷ്ടക്കൂട്ടങ്ങൾ എന്ന് പറയാണ്. അപ്പോഴേക്ക് അനി ചോദിക്കുന്നുണ്ട് അനാമികെ നീയാണോ അന്ന് അത് ചെയ്തത്? അല്ല ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അഭിയേട്ടനെ പോലെ ഒരു കള്ളം പറയുന്നതാണ് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ അതങ്ങ് വിശ്വസിച്ചോ എന്ന് പറയാണ്. ആ സമയത്താണ് കേട്ടോ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വേണുവിനെ പൊക്കിക്കൊണ്ട് വരുന്നത്. പോലീസ് ചെക്ക് ചെയ്യുമ്പം രാത്രിയിൽ ആ സമയത്ത് അവിടെ വന്ന് ചെക്ക് വാങ്ങിക്കുന്നത് CCTVയിൽ കാണുകയാണ് വേണു. അതുപോലെ തന്നെ വേണുവിൻ്റെ ബാങ്കിലെ കോണ്ടാക്ട്സ് നോക്കുമ്പം വേണുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വന്നിരിക്കുന്നതും. അങ്ങനെ ആയപ്പോഴേക്കും പോലീസ് ഈസി ആയിട്ട് തന്നെ വേണുവിനെ പൊക്കുവാണ്. അങ്ങനെ വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വേണു പറയാണ് എൻ്റെ മോൾ അനാമിക അവൾ തന്നതാണ് ഈ പണം, അത് ഞാൻ നേരെ കൊണ്ടുപോയതാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അനാമികയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് അനി. എടി കള്ളി നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി സ്വന്തം കുടുംബത്തിൽ നിന്ന് 1-2 ലക്ഷം രൂപ അടിച്ചു മാറ്റാൻ? അതുപോലെ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കാൻ നീ ആരാടി? ഇതുപോലുള്ള ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ട് വീണ്ടും നീ ഈ വീട്ടിൽ തന്നെ വാഴുവാണോ? ഇനി നമ്മൾ തമ്മിൽ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് നീ വിചാരിക്കേണ്ട അനാമികെ. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണ്. ഇനി എൻ്റെ മുന്നിൽ നീ നിൽക്കണ്ട, നീയും നിൻ്റെ അച്ഛനും കൂടെ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോണം. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിച്ചെന്ന് അനി പറയാണ് കേട്ടോ. അങ്ങനെ അനിയും അനാമികയും കൂടെയുള്ള ഡിവോഴ്സിലേക്കൊക്കെ നീങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.